എന്റെ അമ്മേ. നിനക്ക് തരാടാ. കുടിച്ചോ. നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാം. അതെനിക്ക് വേണം. കണ്ടിട്ടില്ല 22 years ഉണ്ടെങ്കിൽ ഇവന്മാരെ പിടിക്കാൻ പറ്റത്തില്ല. ഒന്നിങ്ങോട്ട് വാറോ. ഇയാളോട് തന്നെ ആരാടോ? അയാളൊന്ന് വിളിക്കണോ? ഞാൻ അവിടെ പോയി ചെക്ക്. താനും കൂടെ ആവശ്യത്തേക്ക് പോ. താൻ എന്താണ് നോക്കിക്കുന്നത്? പോയി ചെക്ക് ചെയ്യണോ? നിർത്തണോ? ബുക്ക് പേപ്പർ എടുക്ക്. ബുക്ക് പേപ്പർ ഈ മയക്കുമരുന്ന് ലോബി, അധോലോക നായകന്മാരും കള്ളന്മാരും കൊലപാതകരും ഒക്കെ നമ്മുടെ സർക്കിളിൽ കിടന്നാണല്ലോ കളിക്കുന്നത്. നോക്കിയിട്ട് ഒരുത്തനെയും കാണുന്നുമില്ല. ഇവന്മാരെല്ലാം എവിടെ പോയി കിടക്കുന്നു? സാറേ, നമുക്ക് രാത്രി മഫ്റ്റിയിലൊന്ന് കറങ്ങിയാലോ? വെട്ടിത്തരം. എന്നിട്ട് വേണം അവന്മാരുടെ ഇരുട്ടടി കൊണ്ട് ചാകാൻ. എന്നാ വേണ്ട. ആ വരുന്ന കാറിന്റെ വരവത്ര ശരിയല്ലല്ലോ. ശരി, ആ കാർ അങ്ങനെയല്ല വരേണ്ടത്. ബ്രേക്കില്ലാത്ത വണ്ടി മനുഷ്യനെ കൊല്ലാൻ അറിയോടോ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇങ്ങോട്ട് മാറിക്കോടോ. ഇങ്ങോട്ട് മാറിക്കാൻ. മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ആരാടാ നിങ്ങൾ? ആരാടാ ഇവള്? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞവരാണ് സാർ. ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് വരികയാണ് സാർ. അല്ല സാർ, ഷൂട്ടിംഗ് എവിടെ? സീരിയലിൽ അഭിനയിക്കുന്ന കുട്ടിയാണ് സാർ. ആര്? ഈ നിൽക്കുന്ന കുട്ടി. സീരിയൽ നടിയാണല്ലേ? അതാണ് ഞാൻ എവിടെയോ കണ്ട പോലെ. സ്ത്രീജന്മം, കലകൾ, സാന്ദ്രമൗനം. സീരിയലിൽ കാണും പോലെ തന്നെ. അയ്യോ, അതെനിക്ക് മനസ്സിലായില്ല. ഈ സ്ത്രീയുടെ സന്താനം എത്ര എപ്പിസോഡ് വരെ പോകും? അതെനിക്കറിയില്ല. അതിപ്പോ ഒരു 3300 ആയിട്ടുള്ളൂ. ആ സ്ത്രീ ജന്മത്തിന് അതിലെ മായമ്മയുടെ ട്രാജഡി കണ്ട് കരഞ്ഞു കരഞ്ഞ് ഞാനിപ്പോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാറായി. വിഷമിച്ചു പോകും. കഷ്ടം. അല്ല മേഡം, അവസാനം മായമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? മായമ്മ കാശം പഠിച്ചു ഉണ്ടായിരുന്നോ? അതെ മേഡം, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. കാണണോ? ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയിൽ നല്ല ഫിഗറാ. എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഞാൻ വീട്ടിൽ എത്തിക്കാം. ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? എന്നാ പോയിക്കോളൂ. ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ്. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ എടുക്കുക. ഫോട്ടോഗ്രാഫി ഇല്ലാണ്ടായി പോയി. സൂക്ഷിച്ചു പോണം കേട്ടോ. ടാറ്റാ. വിത്ത് ലവ്, സുമം. സാറേ, നമ്മൾ ചെക്കിങ് ചെക്കിങ്. അപ്പോഴേ പറഞ്ഞില്ല അവൾ ആളെ കൂട്ടാൻ പോയെന്ന്. അവള് ഗുണ്ടയാടാ. കാത്തുനിന്ന് മുഷിഞ്ഞോ? പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാ എന്റെ കൂട്ടുകാരി റസിയ. ഹലോ. എവിടെ സമ്മാനമൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്? എല്ലാവർക്കും ഉണ്ട്. നാളെ കാണുമ്പോ ഇതൊക്കെ ഇട്ടോണ്ട് കുട്ടപ്പന്മാരായിട്ട് ഇതാ. ഇന്ന് ഞാൻ വരട്ടെ. ഞാൻ അപ്പഴാ പറഞ്ഞില്ല പെണ്ണ് നല്ല പെണ്ണാണ്. എന്ത്? ഞാനങ്ങനെ പറയും. ഇല്ലാതെ അഴിച്ചു നോക്കുമ്പോ സൂക്ഷിക്കണം, വല്ല ബോംബൊക്കെ വല്ലതും ആയിരിക്കും. ഇത് നമുക്കുള്ള പുതിയ കുപ്പായങ്ങളാ. എന്ത് നല്ല പെണ്ണ്, അവളെ എങ്ങനെ കൊല്ലൂടാ? ചാക്കോബായൊക്കെ അറിഞ്ഞോണ്ടേ. നീ പോടാ, ചാക്കോബായൊന്നും അറിയില്ല. എന്റെ അമ്മോ, ദൈവം തന്ന പെണ്ണ. ഇവളെ വെച്ച് നമുക്കൊരു വിലസ് വലത്തണം. വാടാ.
ഇപ്പൊ നമ്മളെ കണ്ട ആരും ഒന്ന് നോക്കുവല്ലടാ അവർക്ക്. സംഭവമൊക്കെ കൊള്ളാം. ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെ നടക്കൂന്ന് ആലോചിക്കുമ്പോഴാ. ഇത് അതെ ഇടണ്ടവരിടണം. ഞാനിതിട്ടപ്പോ കണ്ടു എന്ത് ഗ്ലാമറായി സെറ്റപ്പ് ആയത് കേട്ടോ. ഭയങ്കര ഗ്ലാമറാ. വെള്ളക്കുരങ്ങിന് കറുത്ത ഉടുപ്പിടിപ്പിച്ച പോലെ ഉണ്ട്. ഇത് കോണോത്ത് കൊണ്ടല്ല കൊച്ചിയാ കേട്ടോ. നിക്കടാ അവിടെ. ഏതാടാ ഈ പുതിയ കുപ്പായങ്ങള്? അത് ഞങ്ങളുടെ നന്ദിത തന്നതാ. നന്ദിതയോ? ഞങ്ങളോട് കൊല്ലാൻ പറഞ്ഞ കൊല്ലൻ കൊല്ലൻ കൊല്ലാനോ? അല്ല കൊല്ലൻ കൊല്ലൻ പറഞ്ഞ ആ പെട്ടി. കൊല്ലം പറഞ്ഞാ പറ്റിയോ? എന്ത് പെട്ടി എന്ത് പൊട്ടി? അപ്പൊ ഞാൻ തന്ന ഉടുപ്പുകളൊക്കെ ഇവിടെ? അതെന്നെ പട്ടി. ഉരുളല്ലേ ഉരുളല്ലേ, എനിക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ എന്റെ കയ്യിന്ന് പൈസ വാങ്ങിച്ചിട്ട് ധൂർത്തടിക്കാണല്ലേ? സത്യം പറയണം. മേരാ ബെസ്റ്റ് ഫ്രണ്ട് തും ലോഗോं को कौन है? ചാക്കോ ഭായ്, ഞങ്ങളൊരു പുതിയ ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ വലിക്കുക. ഓപ്പറേഷൻ പാലിക്കോ എന്നൊക്കെ ചോദിച്ചത് തെറ്റായി പോയി. അതെ. ഞങ്ങൾ ചില ഓപ്പറേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തു വരുമ്പോ ഹിന്ദിയൊക്കെ പറഞ്ഞ് കുരുട്ട് പാരയായി തീരരുത്. ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാ. വാക്കാ. അവളെ തട്ടിയിരിക്കും ഇരിക്കും. വാടാ. ദാ, ദാ. ബായ്. ചാക്കോബായി ഒന്ന് പേടിക്കാതിരി. അവന്മാര് പോയാണോ പോട്ടെ. അവന്മാരവളെ തട്ടിയില്ലെങ്കിലും ഇന്ന് രാത്രി 12 മണിയാവുമ്പേ ഞാൻ അവളെ തട്ടിയിരിക്കും. ഹമാര നന്ദിതാക്കെ 12 മണിക്ക് കർണേ വാലേ ജാത്താ ഹോത്താ ഹൈ. ഓക്കേ? ശ്ശേടാ, ഇവന്മാരെന്ത് പഠിച്ചോ? സൂക്ഷിക്കണമല്ലോ. ആ. ഹലോ, കാനായി ചാക്കോ ബോൾത്താ. എടാ ചാക്കോ, നിനക്ക് ഈ പന്നിക്കണ്ണന്റെ സ്വഭാവം അറിയില്ല. എന്റെ പൊന്ന് പന്നി കണ്ട, ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. തട്ടുമെന്ന് പറഞ്ഞ ഈ ചാക്കോ തട്ടും. നീ ഞൊട്ടും. കുറെ നാളായി നീ ഇത് പറയാൻ തുടങ്ങിട്ട്. രൂപ 10,000 എണ്ണി തന്നത്, എന്നിട്ട് നീ ഉരുണ്ട് കളിക്കാ. അയ്യോ, അങ്ങനെ ഉരുണ്ട് കളിക്കൊന്നുമല്ല. ഞാൻ ചില പ്ലാനിങ് പോയിട്ടുണ്ട്. പ്ലാനിങ് കേക്കണ്ട. വിത്തിൻ ഡേയ്സ് എനിക്ക് ആ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശവമാക്കും. പന്നിന്റെ മോനെ. ഹലോ ഹലോ ഹലോ, കട്ടായി. ശേ, നീ ഇപ്പൊ എന്ത് ചെയ്യും? എന്റെ കാശ് മുഴുവൻ കൊണ്ട് തിന്നേച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ പന്നികള്. എഴുന്നേക്കാൻ. കുച്ചു കുച്ചു ഹോത്താ ഹൈ, ഖതം ഹോ ഗയാ. ഓ, എന്താ, തോക്കില്ലാത്ത എന്താ ഭാഗ്യം. ഭായി? എന്താ ജാക്കോബായി? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താ കാര്യം? എന്താന്നോ, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. എന്താന്ന് പറ. നിങ്ങൾ അവളുമായി പ്രേമമാണല്ലേ? എന്താ ചാക്കോ ഭായ് പറയുന്നേ? പ്രേമ ഞങ്ങക്ക അവളോടാ? അയ്യേ കഷ്ടം. കുഷ്ഠം. ആ പന്നിക്കണ്ട സൗകര്യം തരുന്നില്ല എനിക്ക്, അറിയോ? എന്റെ ഈശോയെ, യുവമാര് കാരണം എന്റെ ഗതി അതോ ഗതി ആകുമോ? ചാക്കോബായി അവിടെ പോയി കിടന്നു. ഞങ്ങൾ ഒന്ന് ഉറങ്ങട്ടെ. നാളെ എന്തായാലും അവളെ ഞങ്ങൾ കൊന്നിരിക്കും. അതെ, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കൊന്നിരിക്കും. ആ, ഒരേ ഒരു ദിവസം കൂടി ഞാൻ അവധി തരാം. ഓ, നാളെ എന്നാ പള്ളി പെരുന്നാളാണോ? വൃത്തികെട്ടവനെ. നാളെ അവളെ തട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ പൊടി പോലും കാണും. അതെന്താ, എവിടെ പോവാ ചാക്കോബായി? ഞാൻ മുങ്ങും. ഫടാഫട്ട് മുംബൈ. ആ ബടാബർ. എന്റെ അമ്മച്ചോ, എന്താടാ ചാക്കോബായി നമ്മളെ ഇട്ടിട്ട് ബോംബെക്ക് പോവാടാ. ഏയ് അങ്ങനെ പോവോ? പുള്ളി ചിലപ്പോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കൂടാ. ആ, എന്തായാലും നീ കിടന്ന് ഉറങ്ങ്. നാളെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഈശോയെ.